ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടിയ നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്തത്. 3 മണിക്കൂർ നീണ്ട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ രേഖകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഈ മാസം 12-ന് വീണ്ടും ഹാജരാക്കാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം പീഡന പരാതിയിൽ നടൻ ജയസൂര്യയെ ഈ മാസം 15-ന് ചോദ്യം ചെയ്യും. രാവിലെ 9:40 തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ ഹാജരായ സിദ്ദിഖിനെ അസൗകര്യം കാരണം കൺട്രോൾ റൂമിലെത്തിച്ചാണ് ചോദ്യം ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിനു പകരം വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രാഥമിക ചോദ്യം ചെയ്യൽ. നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനു മുന്നിലും ആവർത്തിക്കുകയായിരുന്നു സിദ്ദിഖ്. രേഖകൾ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 12-ാം തീയതി വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ഈ മാസം 22-നാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയ്ക്കും അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഈ മാസം 15-ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.